ഈ വീഡിയോ ഞങ്ങളുടെ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോഴും ആളുകൾക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടി സിമ്പിളാക്കാൻ നമ്മൾ എക്സാമ്പിളുകൾ പറയാറുണ്ട്, ഉദാഹരണങ്ങൾ പറയാറുണ്ട്. എന്താ വെച്ചാൽ എന്ത് ആ, പിന്നെ ആവശ്യത്തിന് വേണ്ടിയാണോ ഉദാഹരണം പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ പറയുക. പക്ഷേ ഇത് ഇത്തിരി പോലും ബുദ്ധിയില്ലാത്ത ആളുകളാണ് അത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഉദാഹരണങ്ങളെ മനസ്സിലാക്കുന്ന രീതി അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അതായത് ഈ ഒരു ഉദാഹരണങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, അത് കൺവേ ചെയ്യാൻ പറ്റാത്ത, അത് ആരോടാണോ പറയുന്നത് ഓൽക്ക് മനസ്സിലാകാത്ത ആളുകളുടെ ഒരു ഒരു നിസ്സഹായതായിട്ട് നിങ്ങൾ ഈ ഈ വീഡിയോ വീഡിയോനെ കണ്ടാൽ മനസ്സിലാക്കണം. മതി. അതെ. കാരണം എന്താ വെച്ചാൽ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വൈശാഖൻ തമ്പിക്ക് മറുപടി പറഞ്ഞിരുന്നു. വൈശാഖൻ തമ്പി അല്ല, സോറി, മല്ലു അനലിസ്റ്റിന് ഉം. മറുപടി പറഞ്ഞിരുന്നു. മല്ലു അനലിസ്റ്റ് പറഞ്ഞൊരു വാദം എന്താ വെച്ചാൽ, സ്ഥിരമായും നിരീശ്വരവാദികൾ പറയുന്നൊരു കാര്യമാണ്, ഈ പ്രപഞ്ചം കോംപ്ലക്സ് ആണെങ്കിൽ, ഈ പ്രപഞ്ചം കോംപ്ലക്സ് ആണല്ലോ, ആ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സട്ടാവ് അതിനേക്കാൾ കോംപ്ലക്സ് ആയിരിക്കണം ഒരു ആർഗ്യുമെന്റ് പറഞ്ഞു. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന്റെ ഒരു ഒരു ക്വാളിറ്റിയാണെന്ത്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയാണെന്ത്, കോംപ്ലക്സ് ആണ്, ഒരുപാട് പിന്നെ പാർട്സ് കൂടിച്ചേർന്നതാണ് എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി എന്തിനും വേണം, അതിന്റെ സട്ടാവിനും കൂടി വേണം എന്നുള്ളത്. അതായത് അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചം കോംപ്ലക്സ് ആണെങ്കിൽ അതിനേക്കാൾ കോംപ്ലക്സ് ആയിരിക്കണം, ആ പ്രോപ്പർട്ടി അതിനേക്കാൾ കൂടുതൽ വേണം എന്തിന്, അതിനെ സൃഷ്ടിച്ച സട്ടാവിന്. അങ്ങനെയാണെങ്കിൽ അവർ ഉദ്ദേശിക്കുന്നത് അത്രയും കോംപ്ലക്സ് ആയ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ അതിന് ചെറിയ കോംപ്ലക്സ് ആയ പ്രപഞ്ചത്തിന് സൃഷ്ടാവ് വേണമെങ്കിൽ അതിനേക്കാൾ കോംപ്ലക്സ് ആയ ദൈവത്തിന് ഒരു സൃഷ്ടാവ് വേണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇത് വാലിഡ് ആവുമായിരുന്നു എപ്പോന്ന് വെച്ചാൽ, നമ്മൾ പറയാണ് ഈ പ്രപഞ്ചം കോംപ്ലക്സ് ആണ്, സോ അതിനേക്കാൾ കോംപ്ലക്സ് ആയ ഒരു ക്രിയേച്ചർ വേണം എന്നതായിരുന്നു വാദമെങ്കിൽ ഓക്കെ. അപ്പോൾ അതിനേക്കാൾ കോംപ്ലക്സ് ആണല്ലോ ക്രിയേറ്റർ, അപ്പോൾ ആ കോംപ്ലക്സ് ആയ ക്രിയേച്ചറിന് അതിനേക്കാൾ കോംപ്ലക്സ് ആയ വേറെ ക്രിയേച്ചർ വേണ്ട എന്നുള്ള ചോദ്യം ചോദിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു വാദം അവിടെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ഒരു ആർഗ്യുമെന്റിലോ അല്ലെങ്കിൽ ദൈവവിശ്വാസികളുടെ ആർഗ്യുമെന്റിലോ ഇത്തരം കോംപ്ലക്സിറ്റിയുടെ ബേസിൽ ഒരു ആർഗ്യുമെന്റ് വരാറില്ല. യെസ്. ഓക്കെ, അപ്പം തിരിച്ച് മറുപടി ആയിട്ട് അപ്പോൾ കോംപ്ലക്സ് ആയതിന് അതിനേക്കാൾ കൂടുതലായ കോംപ്ലക്സ് ആയ ദൈവം വേണമെന്നല്ല നമ്മുടെ ആർഗ്യുമെന്റ്. മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ ഡിസൈൻ നമ്മൾ കാണുമ്പോൾ അതിന് പിന്നിലൊരു സട്ടാവ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു കൗണ്ടർ വന്നപ്പോൾ നമ്മൾ അതിന് മറുപടി പറഞ്ഞെന്താ വെച്ചാൽ, ഒരു കാര്യത്തിന്റെ പ്രോപ്പർട്ടി, ഒന്നിന്റെ പ്രോപ്പർട്ടി അതിന്റെ സട്ടാവിനും അതിനേക്കാൾ കൂടുതലായിട്ടോ അല്ലെങ്കിൽ അതേപോലെയോ വേണമെന്നുള്ളത് ആദ്യം നിങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ പ്രപഞ്ചം കോംപ്ലക്സ് ആണ്, അതിന്റെ സട്ടാവ് അതിനേക്കാൾ കോംപ്ലക്സ് ആകണം എന്ന് നിങ്ങൾ തെളിയിക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ പറഞ്ഞു. അത് അതിനൊരു ഉദാഹരണം അത് പറഞ്ഞു. അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ചെറിയൊരു അതെന്താ വെച്ചാല്, ഉദാഹരണം. നല്ല ചൂടുള്ള ഒരു ബിരിയാണി. ഓക്കെ, ചൂടുള്ള ബിരിയാണി അത് കണ്ടിട്ട് ഒരാൾ പറയാണ് ഇത് ഉമ്മ ഉണ്ടാക്കിയ ബിരിയാണിയാണെന്ന് പറയാണ്. അപ്പോൾ ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ്, ഈ ബിരിയാണിക്ക് നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടുള്ള ബിരിയാണി അത് ഉമ്മ ഉണ്ടാക്കിയതാണെങ്കിൽ ഉമ്മാക്ക് അതിനേക്കാൾ ചൂട് വേണമല്ലോ എന്ന് പറഞ്ഞാൽ അത് ഇല്ലോജിക്കലാണെന്ന് പറയും. കാരണം എന്താ, ഈ ബിരിയാണി എന്ന് പറയുന്നതിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, ചൂട് ചൂട്. എന്നുള്ളത്. ആ ചൂട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അമ്മക്ക് വേണം നിർബന്ധമില്ല. അത് മാത്രമല്ല, ഒരു പ്രോപ്പർട്ടിയും Yes. ഏതെങ്കിലും എന്താ പറയാ പ്രൊഡക്റ്റിന്റെ ഒരു പ്രോപ്പർട്ടിയും അത് ഉണ്ടാക്കുന്ന നിർമ്മാതാവിന് വേണമെന്നൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ ഫസ്റ്റ് എന്ത് വെച്ചാൽ, മറ്റേ ഈ പ്രപഞ്ചത്തിന്റെ വിഷയത്തിലാണെങ്കിൽ നമ്മൾക്കില്ലാത്തൊരു വാദം നമ്മുടെ മേലെ ആരോപിക്കുകയാണ്. ഒരു കോംപ്ലക്സ് ആയ ഒരു സാധനത്തിന് അതിനേക്കാൾ കോംപ്ലക്സ് ആയ ഒരു ക്രിയേച്ചർ വേണ്ടേ, അതല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ല. നമ്മൾ പറയുന്നുവെങ്കിൽ അങ്ങനെയാണെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയ ദൈവത്തിന് അതിനേക്കാൾ കോംപ്ലക്സ് ആയ ഒരു ക്രിയേച്ചർ വേണ്ടതെന്ന ചോദ്യം വാലിഡാണ്. പക്ഷെ നമ്മൾ അങ്ങനെ പറയുന്നില്ല. അപ്പോൾ ഇതിനെ വേറെ രീതിയിൽ ട്വിസ്റ്റ് വെച്ചാൽ, ഇത്രയും വലിയൊരു പ്രപഞ്ചത്തിന് അതിനേക്കാൾ വലിയൊരു ഇത്രയും വലിയ പ്രപഞ്ചമുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സൃഷ്ടാവ് വേണ്ടേ, അങ്ങനെ ഒരു വാദം നമുക്കില്ല. മീൻസ് വലുപ്പം എന്നുള്ളത് നമ്മളതിന് ഒരു ബേസ് എടുക്കാത്തത് പോലെ, കോംപ്ലക്സിറ്റി എന്നുള്ളൊരു ബേസ് എടുക്കാത്തത് പോലെ, ഇപ്പോൾ ബിരിയാണിയുടെ വിഷയത്തിൽ ചൂട് എന്നുള്ളൊരു ബേസ് എടുക്കുന്നില്ല. ഇത്രയും ചൂടുള്ളൊരു ബിരിയാണി ഉണ്ടെങ്കിൽ അതിനേക്കാൾ ചൂടുള്ള ഒരു ഉമ്മ വേണ്ടേ, അത് നമ്മളെ ബേസ് അല്ല, ആ വാദത്തിന്റെ അടിസ്ഥാനമല്ല. ഓക്കെ, അപ്പോൾ ഇതാണ്, അതായത് ഒന്നിന്റെ അതാണ് നമ്മുടെ property, ഉദ്ദേശം. ഈ ഒന്നിന്റെ ഉദാഹരണം property പറയുന്നതിൽ അതിന്റെ സട്ടാവിന് വേണമെന്ന് ഇല്ല, അത് ലോജിക്കലി അത് നിർബന്ധമല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വാദം എന്ന് പറയുന്നത്. പക്ഷെ ഇത് കേട്ട നിരീശ്വരവാദികൾ വലിയ കാര്യമായി ഇപ്പോഴും കമന്റ് ബോക്സിലൊക്കെ ചൂടുള്ള ബിരിയാണി പറഞ്ഞ ആളല്ലേ എന്ന് വെച്ചാല് ഭയങ്കര ഒരു- അയാൾ അവര് പിന്നെ പല ആളുകളും കമന്റിലൂടെയും റെഡിറ്റിലൂടെയും അതുപോലെ തന്നെ ഈ മറ്റേ സ്വയം പ്രഖ്യാപിത പോസ്റ്റിലൂടെ ഒക്കെ അവർ പറയുന്നത് വെച്ചാൽ, അപ്പം പിന്നെ ബിരിയാണിയേക്കാൾ കോംപ്ലക്സ് അല്ലേ അമ്മ എന്ന് പറയുന്നത് മനുഷ്യനാണല്ലോ, അപ്പം ബിരിയാണിയേക്കാൾ ഇവിടെ സുഹൃത്തെ കോംപ്ലക്സിന്റെ വിഷയത്തിലല്ല ഈ ഉദാഹരണം പറഞ്ഞത്. ഒന്നിന്റെ പ്രോപ്പർട്ടി അതിന്റെ സട്ടാവിന് വേണ്ട എന്നുള്ളതിന് ഉദാഹരണമാണ് എന്ത്, അത് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. എന്നിട്ട് അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് രണ്ട് വിഷയത്തിലാണ് സംശയമുള്ളത്. ഒന്ന്, നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നില്ലേ? ശരിക്കും
നിങ്ങളിത് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുകയാണോ? ഇതിലൊരു വ്യക്തത കിട്ടിയാൽ വലിയ റാഹത്തായി. ഒരു 4 മണിക്കൂറിൻ്റെ ലൈവ് ഒന്നും വേണ്ട, ഒരു ഷോർട്സ് വീഡിയോ വന്നിട്ട് ഞങ്ങൾ ശരിക്കും മണ്ടന്മാരായതുകൊണ്ടാണ് ഞങ്ങൾക്കിത് മനസ്സിലാവാത്തത് എന്ന് പറയുകയോ, അല്ലെങ്കിൽ ഞങ്ങൾ മണ്ടന്മാരെ പോലെ അഭിനയിക്കുകയാണ്, ഞങ്ങൾ മനസ്സിലാകാതെ കണ്ണടച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ കാത് അടച്ചിരിക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് വ്യക്തതയാവും. ഇത് നമുക്കൊരു സങ്കടമാണ്. കാരണം ഒരാൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, ഇപ്പോൾ ചില ടീച്ചേഴ്സൊക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ നിങ്ങൾ അധ്യാപനം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും, ഒരു കാര്യം കുട്ടികൾക്ക് അത്രയും വിശദീകരിച്ചു കൊടുത്താൽ കുട്ടികൾക്ക് അത് മനസ്സിലായി ഉണ്ടാകുന്നൊരു വിഷമം ഉണ്ടല്ലോ. ആ വിഷമം നമുക്കുണ്ട്. കാരണം നമ്മളിത് അത്രയും വിശദീകരിച്ചു കൊടുക്കുകയാണ്, ഇത് മനസ്സിലാകുന്നില്ല. ഉദാഹരണം പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് അറിയോ? അതായത് ഒന്നിന്റെ പ്രോപ്പർട്ടി അതിന്റെ സട്ടാവിൽ നിർബന്ധമില്ല. ഖലാസ്, നമ്മുടെ ആർഗ്യുമെന്റ് അവിടെ കഴിഞ്ഞു. ഇത് നിങ്ങൾക്കൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറഞ്ഞു തരുന്നത്. എന്നിട്ട് അതും മനസ്സിലാവാതെ അതിനെ ട്രോൾ ചെയ്യാൻ പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം. നിങ്ങൾ ഇത് എന്താ വിഷയം എന്ന് പറയാം, ഇത് എന്താണ് നിങ്ങൾ ഇത് മനസ്സിലാവാത്ത റീസൺ എന്താന്ന് പറഞ്ഞത്. ഒന്നുകിൽ നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് ഉദാഹരണം പറയാതെ നിർത്താം. നമ്മൾ വേറൊരു മോഡുണ്ട്, മണ്ടന്മാർക്ക് വേണ്ടിയുള്ള മോഡുണ്ട്, നമുക്ക് ആക്ടിവിറ്റി ആക്കാം. ഇനി നിങ്ങൾ ശരിക്കും മണ്ടന്മാരല്ല, മണ്ടന്മാരെ പോലെ അഭിനയിക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതൊരു സമാധാനമാവും. നമുക്ക് മനസ്സിലായിട്ടും മനസ്സിലാത്ത പോലെ വെറുതെ പറയല്ലേ, മനസ്സിലാകുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം നമുക്ക് കിട്ടും. അപ്പൊ അതൊന്നും നിങ്ങൾ പരിഹരിക്കണം. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് ആഗോള പ്രതിഭാസമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന മറ്റേ ജാവേദ് അക്തറിന്റെ ഡിബേറ്റ് ഈ പ്രോബ്ലം ഓഫ് വ്യൂവിൽ മനസ്സിലാക്കി കൊടുക്കാൻ മുഫ്തി അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു. എന്താ വെച്ചാല്, നമുക്ക് കംപ്ലീറ്റ് പിക്ചർ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കാര്യം ഈവിളാണോ അല്ലെങ്കിൽ അത് ചെയ്ത ആള് തിന്മയാണ്. അപ്പൊ ഇത് വേദന ഉണ്ടെങ്കിൽ ആ വേദന ഉണ്ട് എന്ന കേവല കാരണം കൊണ്ട് ഈവിളാണെന്ന് പറയാൻ പറ്റൂല. അതിന് ഉദാഹരണം പറഞ്ഞെന്ന് വെച്ചാൽ, ഒരു ഡോക്ടർ ഒരാളെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഒരു വേദന ഉണ്ട്. വേദന മാത്രമല്ല, നമ്മുടെ ശരീരത്തിൽ കുത്തി തറക്കുകയാണ്, ഒരു മുറിവുണ്ടാക്കുകയാണ്, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. രക്തം പൊടിയുവാണെങ്കിൽ അപ്പൊ അതൊക്കെ ഉണ്ട്. ആ രക്തം പൊടിയുന്നു എന്നുള്ള സംഭവം മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, നിങ്ങൾ ഹോൾ പിക്ചർ അറിയാതെ. അതായത് ഡോക്ടർ ഇഞ്ചക്ഷൻ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയാണ്. അത് പരിഗണിക്കാതെ നിങ്ങൾ ജസ്റ്റ് വേദന ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഡോക്ടർ ഈവിളാണെന്ന് പറയുന്നത് പോലെയാണ്, ഡോക്ടറും ആ പ്രവൃത്തിയും ഈവിളാണെന്ന് പറയുന്നത് പോലെയാണ് ദൈവം. പിന്നെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നു, അതുകൊണ്ട് ദൈവം മോശക്കാരനാണ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ജാവേദ് അക്തറിന്റെ തിരിച്ചുള്ള മറുപടി, ഡോക്ടർ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദൈവം ഉണ്ട് എന്നാണോ? ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി എന്ന് പറയാം. അതായത് അവിടെ ഡോക്ടറിന്റെ അസ്തിത്വത്തെ പറ്റിയോ ദൈവത്തിന്റെ അസ്തിത്വത്തെ പറ്റിയല്ലോ പറയുന്നത്. തിന്മ നന്മ എന്ന് പറയുന്ന കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം സംഭവങ്ങളുടെ ഉദാഹരണമാണ്. ഇഞ്ചക്ഷൻ രോഗം മാറുന്നു, ഇഞ്ചക്ഷൻ വേദനയുണ്ട്, രോഗം മാറുന്ന വലിയ നന്മ അവിടെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ ഈ ലോകത്ത് ചില പ്രയാസങ്ങൾ ഉണ്ടാവും, സഫറിങ്ങുകൾ ഉണ്ടാവും, അതിന് ഗ്രേച്ചർ കൂടെ അവിടെ കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമാണ് ഉദ്ദേശ്യം. ആ ചെങ്ങായിക്ക് വേറെന്തോ ആണ് മനസ്സിലായത്. ഇതെന്താ വെച്ചാല് ഈ ഒരു ഗ്രൂപ്പിലേക്ക് കയറിയ പിന്നെ ഇങ്ങനെയാണെന്നാ മനസ്സിലാക്കുന്നത്. മാത്രല്ല, നമ്മളെ ബീച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, ബീച്ച് പ്രോഗ്രാമില് നമ്മൾ പറയുന്നത് ഒരു കുട്ടി മരണപ്പെടുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്. സമത അങ്ങനെ തന്നെ പറഞ്ഞത്, എല്ലാവർക്കും പ്രയാസമുള്ള ഒരു കാര്യമാണ്. നിരീശ്വരവാദിക്കും പ്രയാസമാണ്, വിശ്വാസിക്കും പ്രയാസമാണ്. പക്ഷെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസത്തിന് എന്തുണ്ട്, ഒരു കോമ്പൻസേഷൻ ഉണ്ട്. അതിന് എന്തുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞതിന് ഇവർ മനസ്സിലാക്കി എന്താണെന്ന് വെച്ചാല്, ആ പ്രതിഫലത്തിന് വേണ്ടി കുട്ടി മരിക്കാണ് വേണ്ടല്ലേ. അതായത് പിന്നെ സ്വർഗം ലഭിക്കുമെന്നത് കൊണ്ട് കുട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കാൻ മാത്രം. എങ്ങനെയാണ് നിങ്ങൾക്ക് അത്രത്തോളം ക്രൂരനാ സാധിച്ചത്? ഞാനങ്ങനെ എന്ത് ചെയ്യാനാ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുന്നത് ഇതൊരു നിസ്സഹായത വീഡിയോ തന്നെയാണ്, യാതൊരു സംശയമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഞങ്ങളെ കൊണ്ട് ഇത്രയും കഴിവുകൾ ഇതിനപ്പുറം സാധിക്കുന്ന സഹോദരങ്ങൾ. ഞങ്ങൾ ഇതിൽ വേണമെങ്കിൽ പരാജയം സംഭവിച്ചാൽ നിങ്ങളൊക്കെ ഒരു സാധനം പറഞ്ഞ് പഠിപ്പിക്കുക, മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഇതില് വേറൊരു നല്ല രസകരമായ ഉദാഹരണം, നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. ആരിഫ് ഭയങ്കരമായി ഇസ്ലാമിൽ ഒരു ഇൻകൺസിസ്റ്റൻസി കണ്ടെത്തിയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ, സംഭവം എല്ലാവരും മുമ്പുള്ള വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം. ഒന്നുമില്ല, ഒരാൾക്ക് ഇസ്ലാമിലെ സ്വർഗം, അതായത് ഇസ്ലാമിന്റെ വിശ്വാസം ഒരു തരത്തിലാണ്. ആ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിച്ചാൽ ഒരാൾ ഇസ്ലാമിന്റെ സ്വർഗത്തിലെത്തും. അത് ഭയങ്കര ഒരു വീഡിയോ കാണാത്ത ആൾക്കാർ പോയി കാണണം, അത്രയും നല്ലൊരു സാധനമാണ്. ഒരു ക്രൈസ്തവ വിശ്വാസപ്രകാരം ജീവിച്ചാൽ ഒരാൾ ക്രൈസ്തവരുടെ സ്വർഗത്തിലെത്തും. എന്നാൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ജീവിച്ച ഒരാൾ ക്രൈസ്തവരുടെ നരകത്തിലായിരിക്കും. അപ്പം ആരിഫിന്റെ ആർഗ്യുമെന്റ് ഇതാണ്, ഒരാൾ ഒരേ സമയത്ത് മുസ്ലിങ്ങളുടെ സ്വർഗത്തിലും ക്രൈസ്തവരുടെ നരകത്തിലും. ഇതിനാണ് കോൺട്രഡിക്ഷൻ, ഇതിനാണ് ഈ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ വിചാരിച്ച ഇത് മനസ്സിലാവാത്തോണ്ടാണ്, അല്ലെങ്കിൽ പാവല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട് അതൊക്കെ വിശദീകരിച്ചു കൊടുത്തിട്ട് ഈ ചങ്ങായിക്ക് ഇത് മനസ്സിലാവില്ല. അതായത് നമ്മൾ പറഞ്ഞത് വെച്ചാൽ, ഒരു വേൾഡ് വ്യൂവിൽ, ആ വേൾഡ് വ്യൂവിൽ ശരിയായതും തെറ്റായതും, അതായത് ഇസ്ലാമിക വേൾഡ് വ്യൂവിൽ ഇന്ന രൂപത്തിൽ ഒരാൾ ഈ സമയത്ത് നരകത്തിലാണ്, അതേ സമയത്ത് തന്നെ അയാൾ അതേപോലെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ അതെന്താണ്, കോൺട്രഡിക്ഷനാണ്. എന്നാൽ ഇസ്ലാമിക് വേൾഡ് വ്യൂവിൽ ഒരാൾ സ്വർഗത്തിലാണ്, എന്നാൽ അതിന് വിരുദ്ധമായ വേറൊരു വേൾഡ് വ്യൂ ഉള്ള ക്രൈസ്തവ വേൾഡ് വ്യൂവിൽ അയാൾ നരകത്തിലാണെന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം
ഒന്നുകിൽ രണ്ടും തെറ്റാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി. ഇസ്ലാമോ ക്രൈസ്തവതയോ മാത്രമാണ് ശരി. ഇതാണ് അതിന്റെ അർത്ഥം. അത് രണ്ടും കൂടി ശരിയാണെങ്കിൽ ഒക്കെ അത് കോൺട്രഡിക്ഷൻ ആണ്. ആരെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ്. ആരിഫ് ഹുസൈൻ ആ വീഡിയോ ലാസ്റ്റ് പറയുന്നുണ്ട് ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞ പോലെ. അങ്ങനെ എല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ കോൺട്രഡിക്ഷൻ ആണ്. ഇസ്ലാമും ശരിയാണ്, ക്രൈസ്തവതയും ശരിയാണെങ്കിൽ കോൺട്രഡിക്ഷൻ ആണ്. നേരെ ഇസ്ലാമോ ക്രൈസ്തവതയോ ഏതെങ്കിലും ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്നോ അല്ലെങ്കിൽ രണ്ടും തെറ്റാണെന്നോ പറയുന്ന ഒരാളെ സംബന്ധിച്ചാൽ കോൺട്രഡിക്ഷൻ ഇല്ല. ഇതിൽ പ്രശ്നം നമ്മുടെ ഭാഗത്താണ്. ഈ ബിരിയാണിന്റെ ചൂട് പോലും മനസ്സിലാവാത്ത ആളുകളോട് ഈ പറയാൻ വേൾഡ് വ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങളെ ഷോർട്സ് കണ്ടിട്ട് യെസ് നല്ലൊരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞ് വിട്ടാൽ മതിയായിരുന്നു. നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വിശദീകരിക്കാൻ പോയ നമ്മളൊരു പ്രശ്നമാണ്, നമ്മളതിൽ സോറി പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഇയാളിത് എനിക്കെന്താ അറിയോ, ഇയാള് ഷോർട്ടിംഗേഴ്സിന്റെ നമ്മുടെ ഈ വീഡിയോ ഉണ്ടല്ലോ അത് ഇയാൾ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് വീണ്ടും ഇയാളുടെ ഈ മണ്ടത്തരം പോസ്റ്റ് ചെയ്തു. 1 അല്ല 5 പോസ്റ്റ്. ഈ കൺഫ്യൂഷൻ മനസ്സിലാകുന്നില്ല, ശരിക്കും മണ്ടനാണ്. മണ്ടത്തരം 5 പോസ്റ്റ് ഇട്ടു. ഇത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ല, സത്യം പറയാലോ. ഇതെന്ന് വെച്ചാൽ അത്രയും സിമ്പിൾ ആയിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം അത്രയും വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിട്ടും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇത് പോസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, പാവം തോന്നും. എപ്പോഴും സബാധ വെച്ചാല് ഷോർട്ടിംഗേഴ്സിനെ വെറുതെ കൊടുത്തിട്ട് ചങ്ങായി അയാൾക്ക് ഷോർട്ടിംഗേഴ്സ് പറയുന്നത് എന്താന്ന് പോലും മനസ്സിലായിട്ടില്ല. അയാൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ കുറച്ച് സയൻസ് ഒക്കെ അറിയുന്ന ആളെന്ന് എല്ലാവരും വിചാരിക്കലോ. സംഭവം അയാൾക്ക് ഒരു ഡിഗ്രി ഇല്ല, അതായത് ഉള്ളതൊരു സ്യൂഡോ സയൻസ് അയാൾ തന്നെ പറയുന്നതിന്റെ ഒരു ഡിഗ്രിയാണ്. അപ്പോൾ എല്ലാം പോയൊരു സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും സയൻസ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലിട്ട കമന്റ് ഒന്ന് വായിച്ചുതരാം. താൻ എന്നോട് ക്ഷമിക്കണം, ആരിഫ് ഹുസൈൻ്റെ പിന്നെ പോസ്റ്റിലിട്ടതാണ്. താൻ എന്നോട് ക്ഷമിക്കണം, ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് നീ അറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ പൊട്ടന്മാരാക്കുകയാണ് എന്നാണ്. അത് ഞാൻ തിരുത്തുന്നു. താൻ ആത്മാർത്ഥമായൊരു പൊട്ടനാണ്, ബുദ്ധിയില്ലായ്മ മാത്രമാണ് തന്റെ പ്രശ്നം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ ആ 5 പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് സഹതാപം തോന്നിയിട്ട കമന്റാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് വിശദീകരിച്ചു കൊടുക്കാൻ ശ്രമിക്കുകയാണ്. തന്നെ മനസ്സിലാക്കി തരാം എന്ന അത്യാഗ്രഹമൊന്നുമില്ല, എങ്കിലും പറയാം. ഒരാശയത്തിന്റെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറയണമെങ്കിൽ ആ ആശയത്തിന്റെ തന്നെ കാഴ്ചപ്പാടുകൾ തമ്മിൽ വൈരുദ്ധ്യം വേണം, അതിനുള്ളിൽ വൈരുദ്ധ്യമാണ്. മറ്റൊരു ആശയത്തിന്റെ കാഴ്ചപ്പാടുമായി വൈരുദ്ധ്യം വരുന്നു എന്നത് ഏതെങ്കിലും ആശയം ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നുള്ളതിന് തെളിവായി വിവരമുള്ളവർ പറയില്ല, ഇയാൾ പറയും. ഇനി അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ആശയങ്ങളും ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. ഉദാഹരണത്തിന് യുക്തിവാദത്തിൽ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൽ ദൈവമില്ല, ഈശ്വര വിശ്വാസത്തിൽ ദൈവമുണ്ട്. അതൊരു വൈരുദ്ധ്യമാണ് ആരും പറയില്ല. കാരണം നിരീശ്വരവാദത്തിലാണ് ദൈവം ഇല്ലാത്തത്. നിരീശ്വരവാദത്തിൽ തന്നെ ദൈവമുണ്ട് എന്നും പറയാം, നിരീശ്വരവാദത്തിൽ തന്നെ ദൈവം ഇല്ല എന്നും പറയുകയാണെങ്കിൽ അത് കോൺട്രഡിക്ഷൻ ആണ്. നിരീശ്വരവാദത്തിൽ ദൈവം ഇല്ല എന്നും ഈശ്വര വിശ്വാസത്തിൽ ദൈവം ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് 2 വേൾഡ് വ്യൂ ആണെന്ന് അർത്ഥമുള്ളൂ. അത് ഇൻകൺസിസ്റ്റന്റ് ആണ്. ആരിഫ് പറയും ഇപ്പോൾ ദൈവമുണ്ട് പക്ഷെ ദൈവം ഇല്ല, വൈരുദ്ധ്യം വന്നില്ലേന്ന് ചോദിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒരു ഗതികേട്. മറ്റൊരു ആശയമായി വൈരുദ്ധ്യം വരുന്നു എങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി എന്നാണ് അതിന്റെ അർത്ഥം, അല്ലാതെ ഇൻകൺസിസ്റ്റന്റ് ആണെന്നല്ല. എന്നിട്ട് അതിൽ മനസ്സിലാക്കാൻ വേണ്ടി അടുത്തൊരു ഉദാഹരണം പറയണ്ടോ? എന്ത് തെറ്റാണ്, ഞാൻ ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഫ്ലാറ്റ് എർത്തുകാർ ഭൂമി പരന്നതാണെന്ന് പറയുന്നു, ശാസ്ത്രം ഭൂമി ഉരുണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ആരിഫിനെ പോലൊരാൾ തേർഡ് വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിച്ച്, മറ്റേ തേർഡ് വ്യൂ പോയിന്റിൽ നിന്ന് നിരീക്ഷിച്ച് ഭൂമി ഒരേ സമയം ഉരുണ്ടതും പരന്നതുമാകില്ലല്ലോ, അപ്പോൾ ഭൂമിയുടെ ഷേപ്പ് ഇൻകൺസിസ്റ്റന്റ് ആണ് എന്ന് പറയുന്നത് പോലെ വിഡിത്തമാണിത്. അതായത് 2 സാധനം, അതായത് ഫ്ലാറ്റ് എർത്തുകാർ പരന്നതാന്ന് പറയുന്നു, മറ്റേത് ഉരുണ്ടതാന്ന് പറയുന്നു. അപ്പം പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഒരേ സമയം ആവൂലല്ലോ, അതുകൊണ്ട് ഇൻകൺസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. ഭൂമിക്ക് ഷേപ്പ് അല്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ ആക്ച്വലി നിങ്ങളെ വ്യൂ പ്രകാരങ്ങൾ പറയാം. ഭൂമിക്ക് ഷേപ്പ് അല്ല, കാരണം ഒരാൾ പറയുന്നു ഫ്ലാറ്റ് ആണ്, ഒരാൾ പറയുന്നു എന്താ ഉരുണ്ട മീൻസ് മറ്റേ ഓവൽ ഷേപ്പ് ആണെന്ന് പറയുന്നു. അപ്പോൾ ഭൂമിക്ക് ഷേപ്പ് അല്ല എന്നാണ് നിങ്ങളുടെ വ്യൂ പ്രകാരങ്ങൾ പറയേണ്ടത്. ഇത്രയും പറഞ്ഞാലും തനിക്ക് ബൾബ് കത്തില്ല എന്നറിയാം. വിഡിത്തം കോൺഫിഡൻസിൽ പോസ്റ്റ് ഇടുന്നത് കണ്ട് എന്റെ മനസ്സമാധാനത്തിന് തെളിയിച്ചു, ഇനിയും ബൾബ് കത്തിയില്ല എന്നുള്ളത് തെളിയിച്ചു. ഇത് എന്റെ ഈ കമന്റ് സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് അടുത്ത പോസ്റ്റ് കണ്ടേ. ഉണ്ണാക്കന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഓഞ്ഞ ഉദാഹരണങ്ങൾ ഇറക്കി സ്വന്തം മൂട്ടിൽ വെടിവെക്കുക. ഭയങ്കര എന്തോ സംഭവം വിചാരിക്കുന്നത്. ഭയങ്കര ഫയർ ഇടാൻ കുറെ ആളുകൾ. സൂംബ വന്നപ്പോൾ കഥകളി വെച്ച് അതിലേക്ക് ഞാൻ വരട്ടോ. പിന്നെ അള്ളാഹുവിനെ ബിരിയാണി വെച്ച് ഉദാഹരിച്ചത് കണ്ടു. ഇപ്പോൾ സ്വർഗം നരകം എന്നത് ഈ ഉദാഹരണം കേട്ടല്ലോ. അതായത് ഫ്ലാറ്റ് എർത്ത്, അതുപോലെ തന്നെ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, ഫ്ലാറ്റ് എർത്തുകാരുടെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഭൂമിയുടെ ഷേപ്പ് ഫ്ലാറ്റ് ആണ്, പരന്നതാണ്. ഈ ശാസ്ത്രത്തിന്റെ സയൻസിന്റെ എന്താ പറയാ മെത്തഡോളജി പ്രകാരം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ ഷേപ്പ് ഉരുണ്ടതാണ്. ഈ 2 വേൾഡ് വ്യൂ 2ആണ്. ഇതിൽ 2ലും ഭൂമിയുടെ ഷേപ്പ് 2ആണെന്ന് പറഞ്ഞത് കൊണ്ട് ഭൂമിയുടെ ഷേപ്പ് ഇൻകൺസിസ്റ്റന്റ് ആണെന്നല്ല, അല്ലെങ്കിൽ ഭൂമിയുടെ ഷേപ്പിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് നല്ല അർത്ഥം. 2ഉം 2 വേൾഡ് വ്യൂ ആണ്, 2ഉം 2 ആശയമാണ് എന്നത് മാത്രമാണ് അർത്ഥം. എന്താണ് ഇവിടെ പറഞ്ഞത്? ഉദാഹരണം പറഞ്ഞ സോറി കേട്ടോ. ഓക്കെ, ഇനി ഇയാൾ ഇത് മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് കേൾക്കണേ എല്ലാവരും കേട്ടോ. ഇപ്പോൾ
സ്വർഗം നരകം എന്നതിനെ ഫ്ലാറ്റ് എർത്ത് വാദക്കാരോട് ഉപമിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഫ്ലാറ്റ് എർത്ത് പോലെ പൊട്ടിപ്പൊളിഞ്ഞ മണ്ടൻ വാദമാണ് നരകം സ്വർഗം. യെസ്, കൈയടിക്കടാ, ഇതൊക്കെയാണ് വാദം. ഇതാണ് ഇയാൾ മനസ്സിലാക്കിയത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ സോറി പറയാണ്, ഇയാൾക്ക് ബുദ്ധിയില്ലാത്തത് മാത്രമാണ് ഇയാളുടെ പ്രശ്നം. ഇയാൾക്ക് വേറെ ഒരു പ്രശ്നമില്ല. ഇയാൾക്ക് ബുദ്ധിയില്ലാത്ത തനി മണ്ടനാണ് ഇയാള്. ഞാൻ അങ്ങനെ നേരിട്ട് നമ്മളെ മണ്ടൻ ഇത് മനസ്സിലാവാതിരിക്കാന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത് നിങ്ങൾ ശരിക്കും ഐക്യം തന്നെ പരിശോധിക്കുന്നുണ്ട്. കാരണം ഇത് കോംപ്രിഹെൻഷൻ്റെ ഒക്കെ ബേസിക്സ് ആണല്ലേ. നമ്മളിപ്പോൾ ഈ റീഡിങ് കോംപ്രിഹെൻഷൻ ഒക്കെ കൊടുക്കും IQ ടെസ്റ്റിലൊക്കെ. ആ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ ഒക്കെ ബേസിക്സ് ആണ് അതൊക്കെ. ഇതൊന്നും ഇല്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഫോളോവേഴ്സ് പ്രത്യേകിച്ച് നിങ്ങൾ ഇത് ഇനീഷ്യേഷൻ എടുക്കണം. കാരണം നിങ്ങളൊരു മനുഷ്യനെ ഫോളോ ചെയ്യണം, ആ മനുഷ്യന് ഇത്ര ഒരു മാനസിക പ്രയാസം ഉണ്ടെങ്കിൽ സഹായിക്കണ്ടേ. ഇതുപോലും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതിന് 2 വേൾഡ് വ്യൂസിന്റെ ഇൻകൺസിസ്റ്റൻസിക്കുള്ള ഉദാഹരണം പറഞ്ഞത് ഇയാൾ പറഞ്ഞ ഫ്ലാറ്റ് എർത്ത് പോലെ സ്വർഗം നരകവും എന്താണ് പൊട്ടിപ്പൊളിഞ്ഞ മണ്ടവാദാണ്. എൻ്റെ പൊന്നാര ചങ്ങാതി, ഞാൻ ഒന്നും പറയില്ല. ഇത് തന്നെയല്ലേ പൊന്നാര ഉണ്ണാക്ക ഞാനും പറയാറുള്ളത്. എന്നിട്ട് ആ പൊട്ടൻ എന്ന് അടിക്കുറപ്പും പിന്നെ അബ്ദുള്ള ബാസിൽ CPയുടെ മാസ്റ്റർ പീസായ ഓഞ്ഞ ഉദാഹരണം വീണ്ടും വെറുതെ അല്ല എന്നെ ഉണ്ണാക്കൻ എന്ന് വിളിക്കുന്നത് കോയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്തോ മാസ് ഡയലോഗാണെന്ന് വിചാരം. എൻ്റെ പൊന്നാര ചങ്ങാതി, കുറച്ച് ബുദ്ധി, ബ്രെയിൻ സെൽസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണെങ്കിൽ കുറച്ച് ഡൊണേറ്റ് ചെയ്യുമായിരുന്നു ഞാൻ എങ്ങനെയെങ്കിലും. പുതിയ എന്തുവാണ് ചെയ്യാം, കുറച്ച് ബ്രെയിൻ സെൽസ് എങ്കിലും ഡൊണേറ്റ് ചെയ്യും. എന്താ ചെയ്യാം? ഇതിൽ വേണം പറഞ്ഞ സൂംബ വന്നപ്പോൾ കഥകളി വെച്ച് ബാലൻസ് ചെയ്യാൻ നോക്കി എയറിലായത് കണ്ടു. എന്താ സംഭവം? അതായത് സംഭവം നമുക്കറിയാം, സ്കൂളുകളിലേക്ക് സൂംബ കൊണ്ടുവരാൻ നോക്കി. അപ്പോൾ അതിന് പറഞ്ഞതെന്ന് വെച്ചാൽ ലഹരി വിരുദ്ധ പിന്നെ പരിപാടിയായിട്ട് സൂംബ കൊണ്ടുവന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ നമ്മുടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞു, ഒരു കാര്യം എന്തിനു വേണ്ടിയാണോ കൊണ്ടുവരുന്നത് അതിന് പരിഹാരമാണെന്ന് തെളിയിക്കണം. ഇപ്പോൾ സൂംബ കളിച്ചത് കൊണ്ട് ലഹരി ഇല്ലാതാകുമോ? ഇതാണ് അതിൽ നേരിട്ടുള്ള ചോദ്യം. അത് തെളിയിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു. അതെന്താ വെച്ചാൽ, ഞാൻ അവതാരകരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ചാനലിലേക്ക് കടന്നു വരിക അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ചാനലിൽ അടുത്ത ദിവസം മുതൽ ഒരു പിന്നെ നിയമം വെക്കുകയാണ്. എല്ലാവരും കഥകളി കളിച്ച് എന്തിനാ ചാനലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലേക്ക് കടന്നു വരണം. അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ സാലറി പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കഥകളി കളിച്ച്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് യുക്തിയുള്ളവർ ചോദിക്കുന്നത്, സാലറി പ്രശ്നം എങ്ങനെയാണ് കഥകളി കളിച്ചാൽ മാറുക? ഇതേപോലെയാണ് ലഹരി എങ്ങനെയാണ് സൂംബ കളിച്ചാൽ മാറുക? ഇതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഇവരിതിന് മറുപടി, ചില ആൾക്കാരൊക്കെ വലിയ കാര്യം മാതിരി പോസ്റ്റൊക്കെ ഇട്ടതാ സംഭവം. കഥകളിയും സൂംബയും ഒരുപോലെയാണെന്ന് പറഞ്ഞു. കഥകളി എന്ന് പറയുന്നത് ഒരു കലാരൂപമാണ്, സൂംബ എന്ന് പറഞ്ഞാൽ എയറോബിക് എക്സസൈസ് ആണ്. ചങ്ങായിമാരെ, കഥകളിയും സൂംബയും ഒരേപോലെയാണ് നല്ല പറഞ്ഞത്. മറിച്ച് ഒരു കാര്യത്തിന് പരിഹാരമാകണമെങ്കിൽ അത് പരിഹാരമാണ് ആയി അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് പരിഹാരമാണെന്ന് തെളിയിക്കണം. സാലറി പ്രശ്നം കഥകളി കളിച്ചാൽ മാറാത്തതുപോലെ ലഹരി സൂംബ കളിച്ചാൽ മാറൂല എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, ഇനി കളിച്ചാൽ മാറും എന്നൊക്കെ വാദം ഉണ്ടെങ്കിൽ അത് വേറെ പറയാം. പക്ഷെ ഈ ഉദാഹരണം ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ള ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. ഇയാളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് അബദ്ധം വീണ്ടും ആവർത്തിക്കും ചെയ്യുന്നതാണ് ഇയാളൊരു ക്വാളിറ്റി. അപ്പോൾ ഏതായാലും ഇതിൽ നമ്മൾ വീണ്ടും പറയുന്നത് ഒരു നിസ്സഹായത വീഡിയോ ആണ്. നമുക്കിത് ഇങ്ങനെയൊക്കെ തന്നെ പറയാം. ഞങ്ങൾ തുറന്ന് സമ്മതിക്കണം, ഞങ്ങൾക്ക് നടക്കൂല. ഇവരൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ സംഭവം ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. പ്രത്യേകം പറയുകയാണെങ്കിൽ ഇവരെ നന്നാക്കാന്ന് വിചാരിച്ചിട്ടല്ല നമ്മൾ അത് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് തുടരുന്നത്. കാരണം ആളുകൾക്ക് ഇത് ബോധ്യപ്പെടും, കേൾക്കാൻ മീൻസ് ഇയാളും കൂടി കേൾക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരെയും കൂടി കേൾക്കുന്ന ആളുകൾ കേൾക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് അബദ്ധമാണ്, മണ്ടത്തരമാണെന്നുള്ളത് അവർ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിനർത്ഥം ഏതെങ്കിലും ആളുകൾ തീർച്ചയായും സത്യത്തിലേക്ക് വരില്ല എന്നുള്ള എന്താ പറയുക അടച്ചാക്ഷേപിക്കലുകളല്ല. പക്ഷേ നമുക്ക് എന്താ പറയുക ഒരു ഇനീഷ്യൽ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഇനീഷ്യലി ഉള്ളൊരു പ്രതികരണത്തിനുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവുമല്ലോ, ആ രീതിയിൽ പറയുന്നതാണ്. ബേസിക്കലി നമ്മൾ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ആളുകളും ഇത് ആരൊക്കെയാണോ കൺസ്യൂം ചെയ്യുന്നത് എല്ലാ ആളുകളും ഇത് സ്വീകരിക്കണം എന്നുള്ളതും ശരിയായ വഴിയിലേക്ക് വരണമെന്നുള്ളതാണ്. പക്ഷേ ഖുർആൻ തന്നെ പറയുന്നത് കണ്ണടച്ചിരിക്കുന്ന, കാത് പൊത്തിയിരിക്കുന്ന, ഹൃദയങ്ങൾ അടച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കത് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് കയറൂല. നിങ്ങൾക്ക് അത്തരത്തിൽ ഒരു ശരിയായൊരു വഴിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. യെസ്. അപ്പോൾ എനിവേ ഇതുപോലെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് നമുക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.